നമസ്കാരം, അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചപ്പാത്തിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. അതിലേക്കായിട്ട് ഒരു അരമുറി നാളികേരം, ഒരു 6 അണ്ടിപ്പരിപ്പ് കൂടിയിട്ട് മിക്സിയിൽ നന്നായി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഒരു ക്രീം രൂപത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക. പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. അത് ഓയിൽ ചൂടാവുമ്പോൾ അതിലൊരു കുറച്ച് വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6 ഇട്ടാൽ മതിയാവും. ഇത് എൻ്റെ നല്ല ചെറിയ ചെറിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഇത് ഇട്ടിട്ടുണ്ട്, കുറച്ചധികം തന്നെ വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വാടി വരുമ്പോൾ ചെറിയ ചെറിയ ഇലകളാണ് വെളുത്തുള്ളി, അപ്പോൾ അതിൽ ഞാൻ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടു. പിന്നെ അത് ഒന്ന് വാടി നല്ല മണം വരുമ്പോൾ അതിൽ സബോള കഷ്ണങ്ങളാക്കിയിട്ട് അതൊരു സബോള നടു മുറിച്ച് അത് കുറച്ചും കൂടി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതും കുറച്ചൊന്ന് വാടുമ്പോൾ പൊടികൾ ചേർക്കാം. മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളെല്ലാം കൂടിയിട്ട് അതിൽ ചേർത്ത് ഒന്ന് മൂക്കണം. നല്ല മൂത്ത മണം വരെ കരിയാതെ മൂപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, കരിയാൻ പാടില്ല. അപ്പോൾ ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അത് ഇട്ടിട്ട് കരിയാതെ മൂപ്പിച്ചെടുക്കുക. അപ്പം അങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു ഇടത്തരം വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് അതിലിട്ടിട്ട് ഒന്ന് ഇളക്കിയിടുക. പിന്നെ ബീൻസ് നീളത്തിലുള്ള കഷ്ണം, ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ബീൻസ് കുറച്ച് മുറിച്ചത് ചേർക്കുക. ബീൻസിൻ്റെ കൂടെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ക്യാരറ്റിൻ്റെ പകുതി കഷ്ണങ്ങളാക്കിയത്, പിന്നെ വേപ്പില, തക്കാളി എല്ലാം കൂടിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നേരം വഴറ്റി ഒന്ന് വാടി വരുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വയ്ക്കുക. 2 വിസിൽ വരുമ്പോൾ കുക്കർ തുറക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വയ്ക്കുക. 2 വിസിൽ വന്നാൽ അത് ആവി പോയിട്ട് കുക്കർ മൂടി തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ അത് ഇളക്കി പാകമാക്കി എടുക്കുക. കഷ്ണങ്ങൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ഒരു ചെറിയൊരു കൊഴുപ്പ് ഉള്ള കറിയാവാൻ വേണ്ടി വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചിടുക. പിന്നെ അരച്ച് വെച്ച നാളികേരം അണ്ടിപ്പരിപ്പും കൂടി അരച്ചത് അതിൽ ചേർക്കണം. അപ്പോൾ ഒരു പാകത്തിനുള്ളൊരു ചാറ്, ഒരു കുറുമ പോലെയുള്ളൊരു രൂപത്തിൽ ചാറ് പാകാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതും കൂടി ചേർത്ത് വെള്ളം പാകമാക്കി എടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ മീതെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി വേറൊരു നാളികേരം ചേർത്തിട്ട് ഒന്ന് ചൂടാവണം. കുറച്ച് നേരം ഒന്ന് ചൂടായി ഇളക്കിയെടുക്കുക. വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് മല്ലിയില മീതെ വിതറി കൊടുക്കാം. ചൂട്ടോടെ ഉപയോഗിക്കാം. ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളികേരം ചേർത്തിട്ട് പാകമായിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് മല്ലിയിലൊക്കെ ഇട്ട് അടച്ചു വയ്ക്കും. ഓക്കെ, അടുത്ത വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.